ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സമുദ്രങ്ങളിലൂടെ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ പഠിക്കാൻ പോകുന്നത്? സമുദ്രങ്ങളെ കുറിച്ചാണ് അല്ലേ. ഓക്കെ, നമുക്കറിയാം സമുദ്രം എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സമുദ്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ്? മഴയും വെള്ളപ്പൊക്കവും വരൾച്ചയും കൊടുങ്കാറ്റടക്കമുള്ള എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളിലും മുഖ്യ പങ്കുവഹിക്കുന്ന ആരാണ് കൂട്ടുകാരെ? അതേ, സമുദ്രങ്ങളാണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. NV കൃഷ്ണവാര്യർ വെള്ളപ്പൊക്കം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കിയാലോ. വയലും പുഴയും കടന്നു പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം. പഴയ കാലത്തു കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. അപ്പൊ NV കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്ന കവിതയിൽ എന്താ കൂട്ടുകാരെ പറയുന്നത്? അതായത് കൊളംബസിനെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? പുതിയ ലോകങ്ങൾ തേടി പോകുന്നതിനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. അതായത് പുഴയും കടലും ഉൾപ്പെടുന്ന ജലമാർഗങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട് ഇവിടെ കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. മനുഷ്യജീവിതത്തിൽ ജലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന സന്ദേശം കൂടി ഈ കവിതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് പുരാതന കാലം മുതൽ തന്നെ യാത്രകളോടുള്ള മനുഷ്യന്റെ താല്പര്യവും അതുപോലെ പുതിയ ലോകങ്ങൾ തേടിപ്പിടിക്കാനുള്ള ജിജ്ഞാസയും എല്ലാം കവിതയിൽ വ്യക്തമാകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. സമുദ്രങ്ങളെ കുറിച്ചറിയാൻ നമുക്കും ഒരു യാത്ര പോയാലോ. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്താണെന്ന് പറയുന്നത്? അതെ, ജലമാണല്ലേ. അതായത് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ജലം. ഭൗമോപരിതലത്തിന്റെ 71% ജലമാണ്. എത്ര ശതമാനമാണ്? അതായത് 71% എന്താണ്? ജലമാണല്ലേ. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ വിവിധ സ്രോതസ്സുകളാണല്ലേ. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? കായലുകൾ, സമുദ്രങ്ങൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നുണ്ട്. ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായി കാണപ്പെടുന്നു. ഉപരിതല ജലസ്രോതസ്സുകളും അതായത് ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ജലസ്രോതസ്സുകൾ? എന്താണ് ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുമ്പോൾ ഭൂഗർഭം എങ്ങനെയാണ്? ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്ക് ഉള്ളിലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം തന്നിട്ടുള്ളതിൽ നമുക്ക് നോക്കൂ. ഇവിടെ കുറേ ജലസ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അതിൽ ഉപരിതല ജലസ്രോതസ്സുകൾ ഏതൊക്കെയായിരുന്നു? സമുദ്രങ്ങളുണ്ട്, നദികളുണ്ട്, തടാകങ്ങളുണ്ട്, കായലുകളുണ്ട് അല്ലേ. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകളോ? നീരുറവ, കിണറുകൾ, കുഴൽ കിണറുകൾ, ഇവയൊക്കെ എന്താണ്? ഭൂഗർഭ ജലസ്രോതസ്സുകളാണ് അല്ലേ. ഇനി തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കിണർ, തടാകം, നീരുറവ, കുഴൽക്കിണർ, നദി, സമുദ്രം. അപ്പൊ ജലസ്രോതസ്സുകളെ രണ്ടായിട്ട് തരംതിരിക്കുക എങ്ങനെയാണ്? ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഉപരിജല സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അതായത് ഉപരിജല സ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. ഭൂഗർഭ ജലസ്രോതസ്സുകളോ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നു അല്ലേ. അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? നദി എഴുതാം. പിന്നെ ഏതൊക്കെ നമുക്ക് എഴുതാം കൂട്ടുകാരെ? സമുദ്രം എഴുതാം, തടാകവും അല്ലേ. സമുദ്രം, തടാകം. ഇനി ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ ഏതൊക്കെ എഴുതാം? നീരുറവ, കിണർ, കുഴൽക്കിണർ. നീരുറവ, കിണർ, കുഴൽക്കിണർ. ദൈനംദിന ആവശ്യങ്ങൾക്കായി ജലം ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ദൈനംദിന ആവശ്യങ്ങൾക്ക്, അതായത് നമുക്ക് നിത്യം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ജലം ലഭിക്കുന്നത്? നീരുറവയുണ്ട്. അതുപോലെ എന്താണ്? കിണറല്ലേ. നമ്മളുടെ പ്രധാന ഒരു ജലസ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്? കിണർ തന്നെയാണ് അല്ലേ. ചില വീടുകളിലൊക്കെ എന്താവും? ചില കൂട്ടുകാരുടെ വീടുകളിൽ കുഴൽ കിണറായിരിക്കും അല്ലേ. അതുപോലെ നദികളിൽ നിന്ന് നമ്മൾ ജലം ശേഖരിക്കാറുണ്ട് അല്ലേ. തടാകം. അപ്പോൾ ഏതൊക്കെ നമുക്ക് എഴുതാം? നീരുറവ, കിണർ, കുഴൽക്കിണർ, നദി, തടാകം, ഒരുപാടുണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും 4 ഇവിടെ എഴുതുക. ഇതിന് ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്.
എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? അതായത് ജീവജാലങ്ങൾ ഭൂമി നമ്മൾ എന്താണ് ഓരോ ദിവസം എത്രമാത്രം ജലം ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണ് ജീവികളും അതുപോലെ തന്നെ ജലം ഉപയോഗിക്കുന്നുണ്ടല്ലേ, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഈ ജലം തീർന്നു പോകുന്നില്ലല്ലേ? അതിൻ്റെ കാരണം എന്താണ്? അത് നമുക്കറിയാം, ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. അപ്പം എന്താണ് കാരണം? ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത് അല്ലേ. ഇനി നോക്കൂ, ജലമണ്ഡലം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ജലമണ്ഡലം എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് എന്ത്? മണ്ഡലം അല്ലേ. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അതുപോലെ തന്നെ അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് എന്ത്? ജലമണ്ഡലം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജലപരിവൃത്തിയാണല്ലേ. നോക്കാം നമുക്ക്. ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് എന്ത്? ജലപരിവൃത്തി അല്ലേ. എന്താണ് ജലപരിവൃത്തി എന്ന് പറഞ്ഞാൽ? ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിന്റെ ചാക്രിക ചലനമാണ് എന്ത്? ജലപരിവൃത്തി. ഈ ചാക്രിക ചലനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നമുക്കിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. ചിത്രം നിരീക്ഷിച്ചില്ലേ? ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട് മാറുന്നല്ലേ. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി എന്ത് ചെയ്യും? ഘനീഭവിച്ചിട്ട് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. മേഘങ്ങൾ കൂടാതെ മൂടൽ, മഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണല്ലേ. അപ്പോൾ വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാഷ്പീകരണം എന്താണെന്ന് നോക്കാം. ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്നതാണ് എന്ത്? ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, ഘനീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് വായുവിലെ ജലബാഷ്പം തണുത്തിട്ട് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഘനീകരണം. ഈ വർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയയാണ് എന്ത്? വർഷണമല്ലേ. അപ്പൊ ഘനീകരണം എന്താണ്? വായുവിലെ ജലബാഷ്പം അഥവാ നീരാവി തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്ത്? ഘനീകരണം. ബാഷ്പീകരണോ? ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതക അവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളുടെ ചാക്രികമായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്ത്? ജലപരിവൃത്തി അല്ലേ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എന്ത് കൂട്ടുകാരെ? അതെ, ജലം. എന്നാൽ ജലത്തിന്റെ വിതരണം എങ്ങനെയാണ്? ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ലല്ലേ. അതിന് തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ജലത്തിന്റെ വിതരണം നിരീക്ഷിക്കാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ശുദ്ധജലം 3%. നോക്കി, ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലം 68.7. ഇനി ഭൂഗർഭജലം എത്ര ശതമാനമാണ്? 30.1% അല്ലേ. ഉപരിതലം ജലം 0.3%, മറ്റുള്ളവ 0.9%. അപ്പോൾ ഭൂമിയിലെ ജലത്തിന്റെ 97% എന്താണ് കൂട്ടുകാരെ? അതെ, ലവണ ജലമാണല്ലേ. നോക്കൂ, സമുദ്രജലവും മറ്റ് ലവണജലവും എത്രയാണ്? 97%. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിന്റെ അളവ് 3%. അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമായി ഉറഞ്ഞുകിടക്കുന്നു. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് വളരെ പരിമിതമാണ് അല്ലേ. ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. കൂടാതെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് സമുദ്രങ്ങളെക്കുറിച്ച് നോക്കാം. ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകൾ നിരീക്ഷിക്കൂ. സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, ഭൂമിയിൽ ജീവൻ നിലനിർത്തൂ. സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കൂ. സമുദ്രങ്ങൾ ചവറ്റുകുട്ടകളല്ല, വിഭവങ്ങളുടെ കലവറകളാണ്. ഇങ്ങനെ 3 പ്ലക്കാർഡാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. സമുദ്രങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ.
അപ്പോൾ എന്താ കൂട്ടുകാരി സമുദ്രം? അതായത് സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ത്? സമുദ്രങ്ങൾ. അപ്പോൾ എന്താണ് സമുദ്രങ്ങൾ? ഭൂഖണ്ഡങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ത്? സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണല്ലേ. അപ്പോൾ എന്താണ് സമുദ്രങ്ങൾക്ക് ഡെഫിനിഷൻ എന്താണ്? ഭൂഖണ്ഡങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ജലാശയങ്ങളാണ് എന്ത്? സമുദ്രങ്ങൾ. കടലുകൾ, ഉൾക്കടലുകൾ എന്നിവ എന്താണ്? സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ് അറിയപ്പെടുന്നത്? സമുദ്രശാസ്ത്രം എന്നാണല്ലേ. സമുദ്രശാസ്ത്രം. സമുദ്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ് അറിയപ്പെടുന്നത്? സമുദ്രശാസ്ത്രം. സമുദ്രജലത്തിൻ്റെ സങ്കീർണമായ ചലനാത്മക തിരിച്ചറിയുന്നതിന് സമുദ്ര പഠനം സഹായിക്കുന്നു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര മലിനീകരണം, ജൈവവൈവിധ്യ ശോഷണം തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും സമുദ്ര പഠനം ഉപകരിക്കുന്നുണ്ടല്ലേ. കൂട്ടുകാരുടെ ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നു, നോക്കൂ. ലോക സമുദ്രദിനം. ലോക സമുദ്രദിനം എന്നാണ്? ജൂൺ 8 എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായിട്ട് ആചരിക്കുന്നു. സമുദ്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സമുദ്ര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ സമുദ്രങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. അപ്പോൾ ലോക സമുദ്ര ദിനം എന്നാണ്? ഓർത്തു വയ്ക്കുക. എന്നാ കൂട്ടുകാരെ? ജൂൺ 8, ലോക സമുദ്ര ദിനം ജൂൺ 8. ഈ കടൽ എന്താണെന്നും ഉൾക്കടലും കടലിടുക്കുമാണ് എന്താണെന്നാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. കടൽ എന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രമാർഗമാണ് എന്ത്? കടൽ. ഉദാഹരണം കൊടുത്തിട്ടുള്ളത് അറബിക്കടലാണ് അല്ലേ. അപ്പോൾ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് എന്ത്? കടൽ. ഇനി ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രമാണ് എന്ത്? സമുദ്രഭാഗമാണ് എന്ത്? ഉൾക്കടൽ. ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ. ഈ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് എന്താണ്? കടലിടുക്കല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയാൻ, കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് എന്ത്? കടലല്ലേ. ഉദാഹരണം അറബിക്കടൽ. ഇനി ഉൾക്കടൽ എന്താണ്? കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് എന്ത്? ഉൾക്കടൽ. ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ. ഇനി കടലിടുക്ക് എന്താണ്? രണ്ട് കടലുകളെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ സമുദ്രഭാഗമാണ് കടലിടുക്ക്. ഉദാഹരണം എന്താണ്? പാക്ക് കടലിടുക്കല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ലോക ഭൂപടം നിരീക്ഷിച്ച് സമുദ്രങ്ങൾ പട്ടികപ്പെടുത്തു. ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, പസഫിക് സമുദ്രം, ദക്ഷിണ സമുദ്രം അല്ലേ. അപ്പോൾ ലോക ഭൂപടം നിരീക്ഷിച്ച് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സമുദ്രങ്ങളെ പട്ടികപ്പെടുത്തി എഴുതാനാണ് അല്ലേ. പസഫിക് സമുദ്രം എന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ബാക്കി ഏതൊക്കെയാണ് കൂട്ടുകാരെ? അറ്റ്ലാന്റിക് സമുദ്രം, ദക്ഷിണ സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ദക്ഷിണ സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. ഇനി INCSV ധരണിയിൽ പോയിന്റ് നിമോ മറികടന്ന് ഇന്ത്യൻ വനിതകൾ. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഭാഗമാണല്ലേ. ഡൽഹി നാവിക സാഗർ പരിക്രമ സെക്കൻഡിൻ്റെ ഭാഗമായി സമുദ്രമാർഗം ലോക പര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയിലെ ലഫ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ മറികടന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കൂട്ടുകാരി ഈ പോയിന്റ് നിമോ? എവിടെയാണ് ഈ പോയിന്റ് നിമോ എന്ന് പറയുന്നത്? അതായത് കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിതല്ലേ. കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രഭാഗമാണിത്. കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ 2000 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പോയിന്റ് നിമോ പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. അപ്പോൾ പോയിന്റ് നിമോ എവിടെയാണുള്ളത്? പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. അപ്പോൾ എന്താണ് പോയിന്റ് നിമോ? അതായത് കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഒരു സമുദ്രഭാഗമാണിത്. ഇത് കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്ത കരയിലെത്താൻ എത്ര കിലോമീറ്റർ അധികം സഞ്ചരിക്കണം? 2000 കിലോമീറ്റർ അല്ലേ. ഈ പോയിന്റ് നിമോ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ് ഉള്ളത്. ഈ പസഫിക് സമുദ്രത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. പസഫിക് സമുദ്രം
ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് ഏത്? പസഫിക് അല്ലേ. ഭൗമോപരിതലത്തിന്റെ 1/3 ഈ സമുദ്രത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പൊ ഏറ്റവും വലുതും ആഴമേറിയതും സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പസഫിക് ആണ് അല്ലെ. ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രം ഏതാണ്? പസഫിക്. ഈ പസഫിക്കിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളത് നോക്കൂ. ലോകസഞ്ചാരിയായ ഫെർഡിനൻഡ് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയത്. അദ്ദേഹം ഈ സമുദ്രത്തെ മാർ പസഫിക്കോ എന്ന് വിളിച്ചു. ഈ വാക്കിന് അർത്ഥം എന്താണ്? ശാന്തം എന്നാണ് അല്ലേ. അറ്റ്ലാന്റിക് സമുദ്രത്തെക്കാൾ ശാന്തമാണ് ഏത്? പസഫിക് സമുദ്രം എന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം ഇങ്ങനെ പേര് നൽകിയത്. നോക്കൂ, ഭൂപടം പരിശോധിച്ച് പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? ഏഷ്യ, ഓസ്ട്രേലിയ, ഇവിടെ നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യ, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക അല്ലേ. ഏതൊക്കെയാണ്? ഏഷ്യ, ഓസ്ട്രേലിയ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പോൾ ഇതാണല്ലോ പസഫിക് സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ സമുദ്രത്തിലാണ്. അപ്പോൾ പസഫിക് സമുദ്രത്തിലാണ് എന്ത്? ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് എന്നിവയാണ് പസഫിക് സമുദ്രത്തിലെ ചില പ്രധാന ദ്വീപ സമൂഹങ്ങൾ. ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് പസഫിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപ സമൂഹങ്ങളാണ് അല്ലേ. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ബരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. മരിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമല്ലേ. നിരവധി ഗർത്തങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളും ഈ സമുദ്രത്തിന്റെ സവിശേഷതകളാണ്. ഇനി നോക്കൂ, പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ. പ്രധാന ദ്വീപുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം, അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ അല്ലേ. അപ്പോൾ പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ്. ഇനി ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ചലഞ്ചർ ഗർത്തമാണല്ലേ. ഇനി അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയായിരുന്നു? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലേ, ഇവിടെ വായിക്കുകയും ചെയ്തു. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. നമ്മൾ അതിർത്തി പങ്കിടുന്ന ഭൂഖണ്ഡങ്ങൾ മാപ്പ് നോക്കി കണ്ടെത്തിയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ടൈറ്റൻ അന്തർവാഹിനി തകർന്നടിഞ്ഞു. വാഷിംഗ്ടൺ. മാതൃപേടകമായ പോളാർ പ്രിൻസ് കപ്പലുമായുള്ള ആശയവിനിമയ ബന്ധം നഷ്ടപ്പെട്ടതിനു പിന്നാലെ സമുദ്രപേടകമായ ടൈറ്റൻ തകർന്നടിഞ്ഞു. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് അല്ലേ. വാർത്തയിൽ പരാമർശിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കൂടുതൽ സവിശേഷതകൾ പരിചയപ്പെടാം. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള സമുദ്രമാണ് ഏത്? അറ്റ്ലാന്റിക് അല്ലേ. വലുപ്പത്തിൽ 2ാം സ്ഥാനം ആർക്കാണ്? അറ്റ്ലാന്റിക്കിനാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്സിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ ആകൃതി അല്ലേ. അപ്പം അറ്റ്ലാന്റിക് ഏതക്ഷരത്തിനോടാണ്? എസ്സിനോടല്ലേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സിനോട് സാമ്യമുള്ളതാണ് ഇതിൻ്റെ ആകൃതി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഉള്ളത്. ഈ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സമുദ്രാന്തർ പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണല്ലേ. അതായത് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നിട്ടുള്ള സമുദ്രാന്തര പർവ്വതനിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്യൂർട്ടോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. പ്യൂർട്ടോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് അല്ലേ ആണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ചിലതാണല്ലേ. ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് തുടങ്ങിയവ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന ദ്വീപുകളിൽ ചിലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. അറ്റ്ലസ്, ഗ്ലോബ് എന്നിവയുടെ സഹായത്തോടെ അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? വടക്കേ അമേരിക്കയുണ്ട്, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയാണ് അല്ലേ. ഏതാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പേര് എന്താണ് എഴുതേണ്ടത്? നമ്മളവിടെ അറ്റ്ലാന്റിക് സമുദ്രം അല്ലേ.
ഇനി സ്വാഭാവിക അതിരുകൾ, പ്രധാന ദ്വീപുകൾ, ഏറ്റവും ആഴമേറിയ ഗർത്തം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. പേര് നമ്മൾ എന്ത് എഴുതാം, നമ്മളിവിടെ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് എഴുതാം. ദെൻ സ്വാഭാവിക അതിരുകൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയാണ് അല്ലേ അതിലിടുന്ന ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വടക്ക് ഏത് എഴുതാം? തെക്ക് ആർട്ടിക് സമുദ്രം, ദെൻ തെക്ക് ദക്ഷിണ സമുദ്രം, കിഴക്ക് യൂറോപ്പ്, ആഫ്രിക്ക, പടിഞ്ഞാറ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക അതിരുകൾ എഴുതാം അല്ലേ. ഇതുപോലെ വടക്ക് ആർട്ടിക് സമുദ്രം, തെക്ക് ദക്ഷിണ സമുദ്രം, കിഴക്ക് യൂറോപ്പ്, ആഫ്രിക്ക, പടിഞ്ഞാറ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. ഇനി പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാണ്? പ്രധാന ദ്വീപുകൾ ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് അല്ലേ. ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? ആഴമേറിയ ഭാഗം പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ് അല്ലേ. പ്യൂർട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പ്. ഇനി വാർത്താ തലക്കെട്ടുകളാണല്ലോ ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്, നമുക്ക് വായിച്ചു നോക്കാം. വികസന ചിറകിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, പുതുചരിത്രം എഴുതി വിഴിഞ്ഞം ഇന്ത്യയുടെ പുതിയ ലോക കവാടം. വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിച്ചല്ലോ. ഏത് സമുദ്ര തീരത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നതെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏത് തുറമുഖത്താണ്? ഏത് സമുദ്രതീരത്തിന്റെ തുറമുഖത്താണ്? അതെ, ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ. ആൻസർ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം.